ഞാൻ ഇനി പോകുന്നത് ശ്രീ ഗുരുവായൂരപ്പനിലേക്കാണ്. ശ്രീ ഗുരുവായൂരപ്പൻ, ഇതിപ്പോൾ മന്ത്രി OR കേളു പറഞ്ഞത് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ഇത്തരം വന്യമൃഗ ആക്രമണവും ശല്യവും എന്നതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? വന്യമൃഗങ്ങൾ സാധാരണ ആക്രമിക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ആക്രമണം കൂടി വരുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ ആക്രമണം കുറവായിരുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ ആക്രമണം കൂടി എന്നുള്ളത്. പണ്ട് ഇത് കുറവായിരിക്കാനുള്ള കാര്യം ജനങ്ങളും വന്യജീവികളും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോടുകൂടി പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ കാലങ്ങൾ മാറിയപ്പോൾ മനുഷ്യരുടെ ആവശ്യങ്ങൾ കൂടി, യാത്രകൾ കൂടി, വികസനങ്ങൾ കൂടി. അതുപോലെ തന്നെ മൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് സ്വസ്ഥമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ അവരുടെ ഒരു വഴിയിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവർ പകലൊന്നും കാര്യമായിട്ട് ഇപ്പൊ ഇറങ്ങുന്നത് തന്നെ രാത്രിയാണ്. പ്രത്യേകിച്ച് ഇതിപ്പോ നമുക്ക് കഠിനമായ ചൂടുള്ള ഒരു കാലാവസ്ഥയും കൂടെയാണ്. അപ്പൊ ഈ ചൂട് കാലാവസ്ഥയിൽ ഇല്ലാതാകുമ്പോൾ ഇവർ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യം. അത് അവർ പകൽ ഇറങ്ങുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അപകടം ഇന്നലെ നടന്ന അറുമുഖന്റെ മരണവും രാത്രിയാണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാലന്റെ കാര്യം അത് തന്നെയാണ്. ഇതിനു മുമ്പ് നടന്ന മറ്റ് സംഭവങ്ങളെല്ലാം, അനിഷ്ട സംഭവങ്ങളൊക്കെ രാത്രി കാലങ്ങളാണ് സംഭവിക്കുന്നുള്ളത് എടുത്തു പറയണം. അതായത് പകല് മുഴുവൻ അവര് വെയിൽ കൊണ്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അവര് കാട്ടിനകത്ത് നിൽക്കുമ്പോൾ രാത്രി കാലങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വഴിയിൽ ഒരു തടസ്സമായിട്ട് മനുഷ്യൻ വരുന്ന സമയത്ത് അവര് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം. എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രാത്രി പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും രീതിക്ക് ഒരുപക്ഷെ വനം വകുപ്പ് ഉൾപ്പെടെ അതിനകത്ത് നമുക്ക് വനം വകുപ്പിനെ വരെ പ്രതികൂട്ടി നിർത്തേണ്ടതായിട്ട് വരും. ഈ മൃഗങ്ങൾ വരുന്ന സമയത്ത് ആനയെ പ്രതിരോധിച്ച് കാട്ടിലേക്ക് തിരിച്ച് ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് പടക്കം പൊട്ടിച്ചും മറ്റൊക്കെയാണ്. അതിനൊരു ദേഹോപദ്രവം നേരിട്ടല്ലെങ്കിൽ പോലും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവര് പ്രകോപിതരായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ആരെങ്കിലും അവരുടെ കണ്ണിൽപ്പെട്ടാൽ ആക്രമിക്കുന്ന തലത്തിലേക്ക് അവർ നീങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാണ്. ഒരുപക്ഷെ പ്രതിരോധത്തിനായി ഈ അറുമുഖൻ ആനയ്ക്കെതിരെ തിരിയാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇപ്പൊ ഇതിനു മുൻപൊക്കെ ഉണ്ടായ അതിരപ്പള്ളിയിലൊക്കെ ഉണ്ടായ സംഭവം പരിശോധിച്ചാൽ പോലും ആനയെ കാണാൻ പോലും പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് വിളക്കില്ലല്ലോ, ലൈറ്റ് ഇല്ല. അപ്പോൾ ആനയെ ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല പലയിടത്തും കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ തീർച്ചയായും ഈ വനംവകുപ്പിന്റെ ഒക്കെ വലിയ വീഴ്ചയുണ്ട്, അനാസ്ഥയുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ലല്ലോ ശ്രീ ഗുരുവായൂരപ്പൻ. അതെ, അതായത് വനംവകുപ്പിന്റെ വീഴ്ച എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി വനംവകുപ്പ് ചെയ്യാൻ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങളിലാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോ പൊതുജനത്തിന് വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ് എന്നുള്ള തരത്തിലാണ് ചിത്രം മുഴുവൻ വരുന്നത്. അപ്പൊ അവർക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ചിന്തകളെല്ലാം പോയി. ഇപ്പോ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ മൃഗങ്ങളും നമ്മളെ ആക്രമിക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നത് പത്രം, മാധ്യമം ഉൾപ്പെടെയുള്ള എല്ലാം അതിനകത്ത് അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജനങ്ങളിൽ വന്യമൃഗങ്ങളോടുള്ള വിരോധം കൂടി. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭയം കൂടി. ആ ഭയം കൂടിയത് കൊണ്ട് തന്നെ ചർച്ച അവസാനിപ്പിക്കുന്നതിന് വളരെ ചുരുക്കി ശ്രീ സംഷാദ് മരക്കാർ, ഇതിപ്പോൾ എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്? ഈ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടുമെന്നതാണോ, കാട്ടിലേക്ക് തിരികെ കയറ്റിവിടുമെന്നാണോ? ചുരുക്കി ആദ്യം കാട്ടിലേക്ക് തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് കുങ്കിയാനകളുടെ കൂടി സഹായത്തോടു കൂടിയുള്ള ഡാർട്ടിംഗ് നടത്തുമെന്നുള്ളതാണ്. കാട്ടിലേക്ക് തിരിച്ചു കയറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ നമുക്ക് കിട്ടിയ ഉറപ്പും അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പും. അത് അവർ പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് പാലിക്കണം. ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ട എല്ലാ സംഷാദ് മരക്കാർ, ശ്രീ ഗുരുവായൂരപ്പൻ പ്രതികരിച്ചതിന് മന്ത്രിയെ നമ്മൾ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ കിട്ടിയില്ല.